എന്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും സർവവല്ലഭനായ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ സന്ദർഭത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവാലയത്തിൽ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ നാടുകളിൽ ഞങ്ങളെ സഹായിച്ചു വരുന്ന കൃപയ്ക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയായി ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാത്തിന്റെ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും ഏവർക്കും ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവകൃപയും പകരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലൂടെ മാനസാന്തരത്തിന്റെ അനുഭവവും യേശു കർത്താവ് നൽകുന്ന വിടുതലും ആശ്വാസവും സൗഖ്യവും അനുഭവിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നു. ജീവിതത്തിൽ അങ്ങയുടെ സമാധാനം വസിക്കുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ. ലോകത്തിന് സമാധാനം വരുത്തുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനും ഈ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനുമായി നമുക്കെല്ലാവർക്കും ക്രിസ്തുഗീതത്തിൽ 27-ാം ഗീതം ആലപിക്കാം. വാഴ്ത്തിയിടും യേശു നാമത്തെ ഭൂലോക ദൂതൻ. Oh
കേൾക്കാം. സ്തുതിലിത്താനി 3-ാം ഭാഗം, ആരാധനക്രമത്തിൽ 5-ാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോദരനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്രഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിനത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരികട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ധാരാളം ക്ഷമിക്കും. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീടിയിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളുടെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന തിരുസന്ധിയിൽ കരം ലഭിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്തു ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഉണർന്ന് ക്ഷമയ്ക്കായി ദൈവത്തോട് യാചിക്കാം. ആരാധനക്രമം 10-ാം പുറം അന്തപ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കുകൊള്ളാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റു പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ ആർക്കും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുമണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് വന്നത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന്റെ അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായി ഞങ്ങളോട് കർമ്മ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല ബന്ധങ്ങളിൽ നിന്നും കരകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് പ്രത്യാശയോടുകൂടി എതിരേൽപ്പാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്യുന്നുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ അടുക്കൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ പ്രായശ്ചിത്തമാകും. നമ്മുടെ എതിര് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ വായിച്ചു പറയും. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരം പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും
നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന ആ പാപക്ഷമയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരയറ്റാം. അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാവിധ ദൈവകൃപയും മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ കടന്നു വരാം. 17-ാം ദിവസത്തിൽ കാണുന്ന ലിത്താനിയെ നമുക്ക് സ്തോത്ര പ്രാർത്ഥനയായി ഉപയോഗിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹിക നീതിക്കും മർദ്ദന വിമോചനത്തിനും അവശത ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായി, സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നന്ദിയോടെ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. 85-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 85. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നമുക്കൊരുമിച്ച് ചൊല്ലാം. നീതി അവനായ മുൻപായി നടക്കുകയും അവന്റെ കാഴ്ചകളുടെ വഴി നോക്കുകയും ചെയ്യും. Oh
ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മീഖ 4-ാം അധ്യായം 1 മുതൽ 7 വരെ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നീരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായി അത് അരുളി ചെയ്തിരിക്കുന്നു. സകല ജാതികളും താന്താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ഇന്നത്തേക്കുള്ള പാഠഭാഗം വായിച്ചവസാനിച്ചു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ ശിഷ്യന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾ സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. യേശു അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിയുക. എന്നെ തൊട്ടു നോക്കുക. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് യേശു കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് യേശു വാങ്ങി അവർ കാണുകെത്തി. പിന്നെ യേശു അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകും. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അവസരം നമുക്കൊരു വിശേഷ ഗാനം ശ്രദ്ധിക്കാം.
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവന്റെ വചനം ദാനമായി നിങ്ങൾക്ക് നൽകിയ കർത്താവേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും ഞങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ സന്ദർഭത്തിനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ജീവനും ചൈതന്യവും സമാധാനവും നൽകുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞങ്ങളോട് ഇടപെടുന്നതിന് അവിടുന്ന് സഹായിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ ദിവ്യമായ സമാധാനം അവിടുന്ന് നൽകണമേ. തിരുവചനം പ്രസ്താവിക്കുന്ന ബലഹീന നടിയനും അവിടുത്തെ വചനം ശ്രമിക്കുന്ന എല്ലാ മക്കളും അങ്ങയുടെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഫേസ്ബുക്കിലൂടെ തത്സമയം ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവവചനം ശ്രവിക്കുന്നതിനും അവസരമൊരുക്കിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായി നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വരുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ഇന്നത്തെ സാമൂഹിക സാഹചര്യം തടസ്സമായി നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർ COVID-19 എന്ന രോഗം ബാധിച്ച് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. അതിലേറെ പേർ രോഗികളായി തുടരുന്നു. കൊറോണ വൈറസിന്റെ വ്യാപനം ഇപ്പോഴും അതിതീവ്രമായ രീതിയിൽ ഭാരതത്തിലും മറ്റു രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന്റെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ദൈവത്തോടുള്ള അപേക്ഷയും ഈ സാഹചര്യങ്ങളൊക്കെയും മാറ്റി സൗഖ്യവും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നമുക്ക് നൽകും എന്ന പ്രത്യാശയോടുകൂടെ ആയിരിക്കും. ലോക്ക്ഡൌണിന്റെ 3ാം ഘട്ടം അവസാനിക്കുമ്പോൾ തുടർന്നുള്ള നാളുകളിൽ പരിമിതമായ അംഗങ്ങളെ എങ്കിലും ഉൾപ്പെടുത്തി നമ്മുടെ വിശുദ്ധ ആലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് സഭ. ഈ മംഗലത്തുകോണം CSI ഇടവകയിലെ എല്ലാ ദൈവവിശ്വാസികളെയും ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ സാഹചര്യം നാം മനസ്സിലാക്കി തുടർന്നുള്ള നാളുകളിലും COVID-19 എന്ന രോഗത്തെ പ്രതിരോധിക്കുവാൻ നാം സ്വയം ഒരുക്കപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. അതിനാവശ്യമായ മുൻകരുതലുകൾ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്ത നടപടികളിലൂടെ ഈ രോഗത്തിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച് അതിൻ്റെ തീവ്രമായ സ്വഭാവത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നാം സ്വയം പ്രതിരോധിക്കേണ്ടതാണ്. അതുകൊണ്ട് സാനിറ്റൈസർ, ഹാൻഡ് വാഷിംഗ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നീ കാര്യങ്ങൾ പ്രത്യേകമായി നാം ശ്രദ്ധിച്ച് ഈ കാലയളവിൽ ജീവിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം എന്നതാണ്. ക്രിസ്തുവിന്റെ സമാധാനം പങ്കുവയ്ക്കുന്ന ദൗത്യം ചരിത്രാതീത കാലം മുതലുള്ള മനുഷ്യന്റെ അന്വേഷണമാണ് സമാധാനം തേടിയുള്ള യാത്ര. യുദ്ധങ്ങൾ, ക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, കലാപങ്ങൾ,
ഭീകരപ്രവർത്തനങ്ങൾ, മാരക രോഗങ്ങൾ, മരണം തുടങ്ങിയവയാൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. സമാധാനത്തിനായി മനുഷ്യൻ പല വഴികൾ തേടുന്നു. മദ്യപാനം, വ്യഭിചാരം, വിനോദങ്ങൾ തുടങ്ങിയവ മനുഷ്യനെ പലപ്പോഴും കൊണ്ടുചെന്നെത്തിച്ചത് സമാധാനത്തിന് പകരം സംഘർഷഭരിതമായ അനുഭവങ്ങളിലേക്ക്. സൈന്യം, ധനം എന്നിവ ഉപയോഗിച്ച് ശക്തിമാർഗത്തിലൂടെ സമാധാനം സ്ഥാപിക്കുവാൻ രാഷ്ട്രങ്ങൾ പരിശ്രമിക്കുന്നു. വർണ്ണ വിവേചനം സൃഷ്ടിച്ച സാഹചര്യങ്ങൾ അമർച്ച ചെയ്യാൻ വേർതിരിച്ച് പാർപ്പിക്കുന്ന അപ്പാർത്തീഡ്, അനീതികളോടും ചൂഷണങ്ങളോടും പ്രതികരിക്കാതെയുള്ള നിസ്സംഗത മാർഗവും വിപ്ലവങ്ങളിലൂടെ ഭരണം നേടി സമാധാനം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളും പ്രായോഗികം അല്ല എന്ന് ചരിത്രം വിധിയെഴുതിയിട്ടുണ്ട്. ഷാലോം എന്ന എബ്രായ പദത്തിൽ നിന്നാണ് സമാധാനം എന്ന വാക്ക് ഉണ്ടായത്. അതിന് സമൃദ്ധി, നന്മ, ക്ഷേമം എന്നീ അടിസ്ഥാന അർത്ഥങ്ങളാണ് ഉള്ളത്. ഇതേ ആശയം തന്നെയാണ് ഗ്രീക്ക് പദമായ എയ്റേനെ എന്ന വാക്കിലും നാം കാണുന്നത്. ഷാലോം എന്ന അറബി പദത്തിനും സലാം എന്ന മലയാള പദത്തിനും സമാധാനം എന്ന അർത്ഥമുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ സമാധാനം എന്നാൽ സുരക്ഷിതത്വം, ദീർഘായുസ്, ഐശ്വര്യം, യുദ്ധമില്ലാത്ത അവസ്ഥ, സൗഖ്യം, വിജയം, അനുരഞ്ജനം എന്നെല്ലാം ആണ് അർത്ഥമാക്കുന്നത്. ഇവിടെ രണ്ട് ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, ദൈവം സമാധാന ദാതാവാകുന്നു എന്നുള്ളതാണ്. ദൈവം സമാധാന ദാതാവ്, ഗോഡ് ദ പ്രൊവൈഡർ ഓഫ് പീസ്. മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ സമാധാനത്തിന്റെ അടിയന്തിരമായ പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗമാണ്. മീഖ പ്രവചനത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ പ്രമാണരേഖ എന്നാണ്. സാധുക്കളുടെ വസ്ത്രം പണയമായി എടുക്കുക, സ്ത്രീകളെ വീടുകളിൽ നിന്ന് ഇറക്കിവിടുക, കുഞ്ഞുങ്ങളുടെ പൈതൃക അവകാശം ഇല്ലാതാക്കുക തുടങ്ങിയ ദുഷ്കൃത്യങ്ങൾ നിമിത്തം സമാധാനം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ധനവാന്മാർക്കെതിരെ പുറം കുപ്പായവും പാദരക്ഷകളും ഉപേക്ഷിച്ച് പ്രതിഷേധിക്കുവാൻ മീഖ തയ്യാറാവുകയാണ്. മീഖ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇവ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കോഴ വാങ്ങി സമാധാനം പ്രസംഗിക്കുകയും ലക്ഷണം പറയുകയും ചെയ്യുന്ന പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും എതിരെയും കൈക്കൂലി വാങ്ങി അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കുരിശുയുദ്ധം പ്രഖ്യാപിക്കുകയാണ് മീഖ പ്രവാചകൻ. ദേശത്തിന്റെ സമാധാനം കെടുത്തിക്കളയുന്ന ഇത്തരം സാഹചര്യങ്ങൾക്കെതിരെ പ്രവാചകൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു. ജനത്തിന് സമാധാനം നൽകുവാൻ പ്രാപ്തിയുള്ളത് ദൈവത്തിന് മാത്രമാണ്. ദൈവം ശത്രുക്കളെ തോൽപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്ത് ഭയന്ന് വിരണ്ടോടിയ ജനത്തെ കൂട്ടിച്ചേർത്തു. മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ചുവട്ടിൽ അവർ നിർഭയമായി വസിക്കും. അതിന് കാരണം ദൈവം സമാധാനം സ്ഥാപിക്കുന്നത് കൊണ്ടാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. യുദ്ധോപകരണങ്ങളായ വാളുകളും കുന്തങ്ങളും കാർഷിക ഉപകരണങ്ങളായി അടിച്ച് രൂപാന്തരപ്പെടുത്തി. പുതിയ കാർഷിക സംസ്കാരത്തിന്റെ തുടക്കവും ഉണർത്തുപാട്ടുമായി ഈ വേദഭാഗത്തെ നമുക്ക് വിവക്ഷിക്കാവുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം സമാധാന പ്രഭു എന്ന് നമുക്ക് കാണാം. സമാധാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിനാൽ നാം സമാധാനം
ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവത്തിലൂടെ നമുക്ക് സമാധാനം ലഭ്യമാണ്. രണ്ടാമത്, സമാധാനം ഉയർത്തെഴുന്നേറ്റ കർത്താവിലൂടെ നാം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പീസ് ത്രൂ റൈസൺ ക്രൈസ്റ്റ്. ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 26 മുതൽ 49 വരെയുള്ള വാക്യം. ഉപജീവന മാർഗവും കുടുംബവും ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതം തന്നെ ഒരു നഷ്ടമായി കരുതി. ക്രിസ്തുവിനായി ഉയർത്തപ്പെട്ട കുരിശ് തങ്ങൾക്കായി ഉയർത്തപ്പെടും എന്നവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ പേടിച്ച് ഒളിച്ചു പാർക്കുകയാണ്. കുരിശിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന സഹനത്തിന്റെ വഴിവിട്ട് ഓടിപ്പോവുകയും തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന മാനസിക സംഘർഷത്തിന്റെയും ശൂന്യതാബോധത്തിന്റെയും മധ്യേയാണ് അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിലേക്ക് യേശുനാഥൻ അരൂപിയായി കടന്നു ചെല്ലുന്നത്. ആ മുറിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ട യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനമെന്ന് ഭയവിഹ്വലരായിരിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. ലോകത്തിൽ സമാധാനത്തിനായി ദാഹിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ട്. ആദിവാസി സമരങ്ങൾ, മത്സ്യ തൊഴിലാളികൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അടിച്ചമർത്തപ്പെട്ടവരുടെ നിസ്സഹായ അവസ്ഥ തുടങ്ങിയവ കാലഘട്ടത്തിന്റെ നിലവിളിയാണ്. അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിയ ജനതയുടെ പുതിയ തലമുറ ഭീമമായ തുകയ്ക്ക് യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും പോരടിക്കാൻ മത്സരിക്കുന്നതും ഉത്കണ്ഠ ഉണർത്തുന്ന സംഗതികളാണ്. പ്രതിരോധ മേഖലയുടെ വിദേശ പങ്കാളിത്തം അടിമത്തത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ക്രിസ്തുവിനോട് ചേർന്ന് സമാധാനം സ്ഥാപിക്കുവാൻ പ്രവർത്തിക്കുക സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാണ്. സമാധാനം സ്ഥാപിക്കുവാൻ തന്നോടൊപ്പം പങ്കാളികളാകുന്നവരെ സഹോദരരായി ക്രിസ്തു കണക്കാക്കുന്നു എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. പരസ്പര ബന്ധം സുദൃഢമാകാതെ സമാധാനത്തിൽ വസിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, മറ്റ് വിശ്വാസികളുടെ മധ്യത്തിൽ, തൊഴിലിടങ്ങളിൽ, സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, എല്ലായിടങ്ങളിലും നമുക്ക് സമാധാനത്തിന്റെ ചാലകങ്ങളാകുവാൻ സാധിക്കണം. തെക്കേ അമേരിക്കയിലെ ചിലിയും അർജന്റീനയും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ഒരു ക്രിസ്തുമസ് രാവിൽ അവസാനിച്ചു. പീരങ്കികളും തോക്കും തിരയും ഉരുക്കി ഒരു കൈയിൽ കുരിശും മറ്റേ കൈ സമാധാനകരം ഉയർത്തി നിൽക്കുന്ന ക്രിസ്തുരൂപം ഉണ്ടാക്കി ആൻഡീസ് പർവ്വതത്തിൽ അവർ സ്ഥാപിച്ചു. ആ ക്രിസ്തുവിന്റെ രൂപത്തിന്റെ ചുവട്ടിൽ അവർ എഴുതി വെച്ചു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. യേശു നമ്മുടെ സമാധാനം, യേശു ഇരുപക്ഷത്തെയും ഒന്നാക്കി. ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് കുടുംബത്തിനകത്ത് സംഘർഷപരമായി ജീവിതം നയിക്കുന്നവരാണ്. സഭയിൽ തമ്മിലടിക്കുന്നവരായി, പോരിന് വിളിക്കുന്നവരായി നാം തിരിഞ്ഞിരിക്കുകയാണ്. സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന ദൗത്യത്തിൽ നിന്ന് നാം പിന്മാറി പോവുകയാണോ? ദൈവത്തിന്റെ ദൗത്യ പങ്കാളികൾ എന്ന നിലയ്ക്ക് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് സമാധാനം നിർമ്മിക്കാൻ. റബിയായ ഹില്ലേൽ പറയുന്നത്, സമാധാനമുള്ളവരും സമാധാന കാംക്ഷികളും അഹരോന്റെ ശിഷ്യന്മാർ എന്നാണ്. സമാധാനമുള്ളവരും സമാധാന കാംക്ഷികളും അഹരോന്റെ ശിഷ്യന്മാർ. കാരണം സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലെ അഹരോന്യ അനുഗ്രഹത്തിലെ മുഖ്യ അനുഗ്രഹം സമാധാനമാണ്.
മദർ തെരേസയുടെ വാക്കുകളിൽ സമാധാനം ഒരു പുഞ്ചിരിയോടെ ആരംഭിക്കാം. നമുക്ക് യേശുവിലൂടെ സമാധാനം കണ്ടെത്തി കുടുംബങ്ങളിലേക്ക് പങ്കുവയ്ക്കാം. അയൽക്കാരിലേക്ക് സമാധാനം പകർന്നു കൊടുക്കാം. സമൂഹത്തിൽ സമാധാനത്തിന്റെ ചാലകങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കും. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ അവിടെ വരികയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകുത്താം. ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തി കർത്താവിൻ്റെ സാന്നിധ്യം ഈ അവസരം നമുക്ക് അനുഭവിക്കാം. ഈ കൊറോണ കാലഘട്ടത്തിൽ പലവിധമാകുന്ന ആത്മസംഘർഷങ്ങൾ നാം അനുഭവിക്കുന്നവരാണ്. തൊഴിൽ നഷ്ടപ്പെട്ട അനുഭവങ്ങളിൽ, തുടർ വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികൾ, സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, കുടുംബ ബന്ധങ്ങളിലുണ്ടായിരിക്കുന്ന വിള്ളലുകൾ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങൾ എന്നിവയാൽ നാം പ്രയാസം അനുഭവിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദൈവം നമുക്ക് ആവശ്യമായ സമാധാനവും ആശ്വാസവും സൗഖ്യവും നൽകി നമ്മെ രക്ഷിക്കേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. വിശേഷിച്ച് നെടിയവാറുള്ളയിൽ ഇപ്പോൾ കുന്നപ്പുഴയ്ക്ക് സമീപം പാർക്കുന്ന നമ്മുടെ സഭാംഗമായ ശ്രീമതി ബെൽസി ടീച്ചറിൻ്റെ നിര്യാണത്തിൽ വേദന അനുഭവിക്കുന്ന മക്കളെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് അവരുടെ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള ടീച്ചറിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അവരുടെ ജീവിതത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും ആശ്വാസം സ്ഥാപിക്കുവാനുമായി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഓർക്കാം. നേതൃത്വം നൽകുന്ന എല്ലാ ദൈവങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ ഈ നാളുകളിൽ ആവോളം നാം അനുഭവിക്കുന്നതിന് വേണ്ടിയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, കുടുംബ ആരാധനകളിലൂടെ ആത്മീയമായി നാം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനായി നമ്മെ വിനയപ്പെടുത്താം. നമ്മെല്ലാതൊന്നും ചിന്തിക്കാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനങ്ങൾ പകരുന്നവൻ, യേശു യേശു
അത്ഭുതമായ വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ ദൈവം തന്ന മഹാകൃപയ്ക്കായി നന്ദി കർത്താവേ. നന്ദിയോടുകൂടി ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു. അവിടുന്ന് സർവശക്തനും സർവവല്ലഭനും സർവവ്യാപിയുമായ ദൈവമായി ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ള കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി നൽകുമല്ല. അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് നിങ്ങൾ അറിയുന്നത്. അപ്രകാരം കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം നിന്റെ സന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുകയാണ്. കർത്താവേ, കടതീർ തൂക്കുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ഈ സമയത്തിൽ തങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, പ്രയാസം കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും തിരുപാദപീഠത്തിൽ ഫലമേൽപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവാ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരോട് രക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പ നിന്റെ കൃപ അവിടുത്തെ മക്കളുടെ മേൽ പകരണമേ. നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ മാറ്റണമേ. അസമാധാനത്തിന്റെ അനുഭവങ്ങളെ മാറ്റണമേ. സമാധാനം നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. യേശു നൽകുന്ന സമ്പൂർണമായ സൗഖ്യവും വിടുതലും നിന്റെ മക്കളെല്ലാവരും അനുഭവിപ്പാൻ അവിടെ ഇടയാക്കണമേ. രോഗികളായ കണ്ണുനീരോടുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കുന്നു. പലവിധമാകുന്ന രോഗങ്ങൾ തങ്ങളുടെ ശരീരത്തെ കാർത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു സൗഖ്യമാകുന്ന ദൈവം പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങയിൽ ആശ്രയിക്കാൻ എല്ലാം നിന്റെ മക്കളെയും ഒന്ന് സഹായിക്കണമേ. 4 പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നുള്ള വിശ്വാസത്തെ കണ്ട് ആ മനുഷ്യന് പാപമോചനവും രോഗസൗഖ്യവും കൊടുത്ത കർത്താവേ, സഭയുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധയോടെ രോഗികളായിരിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് പൂർണ്ണാശ്വാസവും സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലകയിൽ ഞാൻ താങ്ങുമെന്ന് ചെയ്യുന്നതാവേ. നിന്റെ മക്കൾ ഓരോരുത്തരെയും ബലമായ കാര്യങ്ങൾ വഹിക്കണമേ കർത്താവേ. ദുഃഖത്തിൽ നിന്നും, കഷ്ടതയിൽ നിന്നും, രോഗത്തിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, തൊഴിലില്ലായ്മകളിൽ നിന്നെല്ലാം നിന്റെ മക്കളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ കൊണ്ട് അവിടുത്തെ മക്കളെ പൊതിയണം. ഉയർത്തെഴുന്നേറ്റിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന യേശു കർത്താവിന്റെ അരിമക്കൾ ഇപ്പോൾ നിന്റെ മക്കളുടെ മേൽ വയ്ക്കണമേ. ജീവിതത്തിൽ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ എല്ലാ നിന്റെ മക്കളെയും ഒരുക്കണമേ. ദൈവകൃപയാൽ നിന്റെ മക്കളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ധ്യാനിച്ച ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പാൻ, ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാൻ, സമാധാനം സമൂഹത്തിൽ പകർന്നു നൽകുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ ലോകം കർത്താവെ സങ്കീർണമായ രോഗത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. കർത്താവെ, അവിടെ നിന്ന് ഇടപെടണമേ കർത്താവെ. കൊറോണ വൈറസിനെ അവിടെ നിർവീര്യമാക്കണമേ കർത്താവെ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ കർത്താവെ. അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും അവിടുന്ന് ശക്തീകരിക്കണമേ കർത്താവെ. രോഗവ്യാപനം പൂർണ്ണമായി നിലയ്ക്കുവാനും ലോകത്തിനാകമാനം സൗഖ്യമുണ്ടാകുവാനും അവിടുന്ന് അത്ഭുതത്തെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് സമാധാനദായകനായ നിങ്ങളുടെ കർത്താവേ. അപ്പ ഞങ്ങളുടെ പാപം നിമിത്തം കർത്താവെ ലോകം രോഗാതുരമായിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ പാപത്തെ എല്ലാം ക്ഷമിച്ച് സകല മനുഷ്യർക്കും അവിടുന്ന് സമാധാനവും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ സമൂഹത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദൈവാലയത്തിന്റെ പരിസരങ്ങളിൽ പാർക്കുന്ന കർത്താവ് വിവിധ മതസ്ഥരായ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരും ക്ഷേമത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് വസിപ്പാൻ നാളുകളിൽ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധ കർത്താവെ, നിങ്ങളുടെ സഭയ്ക്കായി, മഹായിടവയ്ക്കായി, അഭിവന്ന മോഡറേറ്റർ തിരുമേനിക്കായി, മഹായിടവ ഭാരവാഹികൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവെ സമാധാനം ആചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ കർത്താവെ ആശ്രയിച്ച് കർത്താവ് സഭ മുന്നേറുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൃപയറിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാഷ്ട്രങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. എല്ലായിടത്തു നിന്നും രോഗം കർത്താവെ പൂർണ്ണമായിട്ട് മാറ്റണമേ. ദൈവത്തിന്റെ സൗഖ്യം എല്ലായിടത്തും വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ നിന്നും ദേശത്തിൽ നിന്നുമൊക്കെ വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിൽ കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥന, ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ മക്കളെ കാത്ത് അനുഗ്രഹിച്ച് പരിപാലിച്ചു കൊള്ളണമേ. പ്രത്യേക കർത്താവെ, ഈ സഭയുടെ തിരുസഭാംഗമായിരുന്ന ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച ബെൽസി ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ സഭയ്ക്കും സമൂഹത്തിനും വിദ്യാഭ്യാസ രംഗത്ത് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല സേവനങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവെ, ഇനി ഈ കർത്താവെ കുടുംബത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ഇന്ന് മധ്യാഹ്നത്തിൽ 12 മണിക്ക് നടക്കുന്ന കർത്താവെ അടക്ക ശുശ്രൂഷയിൽ ദൈവത്തിന് കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഭയിലെ എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടെ തിരുപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സഭാ കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. സംഘടനകൾക്കായി ഇതിന്റെ ഭാരവാഹികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൊയറിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ കർത്താവെ പിൽക്കാലത്ത് ലഭിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ മൂടി മറച്ചു കൊള്ളണമേ. സമസ്ത കാര്യങ്ങളെയും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ പാപകടങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളുടെ പരീക്ഷയിൽ കർത്താവിനെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോടും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എല്ലായ്പ്പോഴും നമ്മുടെവരോടും ഇരിക്കുമാറാകട്ടെ.